മീ ടേസ്റ്റ് ആൻഡ് ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഞ്ചിയും പുളിയാണ്. അതിലേക്ക് 200 ഗ്രാം ഇഞ്ചി കൊത്തിയരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇഞ്ചി നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം കോരി മാറ്റുക. ഇതുപോലെയാണ് ഫ്രൈ ആവേണ്ടത്. അതിനുശേഷം കോരി മാറ്റുക. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. നന്നായി പൊടിക്കേണ്ട, തരിതരായി പൊടിച്ചെടുക്കുക. പിന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിടുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 8 പച്ചമുളക് കൊത്തിയരിഞ്ഞത് ഇട്ട് വഴറ്റുക. പിന്നെ അതിലേക്ക് ഇടാനുള്ളത് 3-4 ചെറിയ ഉള്ളി നന്നായി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതുപോലെ വഴണ്ടി വരുമ്പോൾ പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇടുക. പൊടികൾ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. 200 ഗ്രാം പുളിയാണിത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 കഷ്ണം ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ ഈ പരുവം ആയി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഉപ്പും മുളകും ഒക്കെ ആവശ്യത്തിന് ഇടാവുന്നതാണ്. നമ്മുടെ ഈ ഇഞ്ചിപ്പുളി ശരിയായിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കൂട്ടുകാരെ. അടുത്ത വീഡിയോയുമായി കാണാം.